എവിടെടാ ഷംസു? പുറത്തു പോയിരിക്കാ, ഇപ്പൊ വരും. ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാം. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. നിനക്ക് കാർഡ്സ് കളിക്കാൻ അറിയാം? ഇല്ല. നിനക്ക് എത്ര വയസ്സായി? 18. ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ഞാൻ 8ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഈ കളി. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ. ആയിക്കോട്ടെ. സൈനബയ്ക്ക് എന്നെ ഇഷ്ടാണോ? എനിക്കിഷ്ടാ, പക്ഷെ ഉമ്മയും ബാപ്പി അറിയുമ്പോഴാ പോകില്ലേ. എന്ത് പുകില്? നിന്റെ വാപ്പയ്ക്ക് 5 പെട്ടി ഫോറിൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്താ സംഗതി ക്ലീൻ. പെണ്ണിനെ അപ്പ പിടിച്ച് കൈ തരും. അയ്യോദേ വാപ്പ. നിന്റെ മുതലാളി വരും ചെയ്തൊന്നും നീ പഠിക്കണ്ട. അവനെ കളി പഠിപ്പിച്ചേ ഞാനാണ് കേട്ടോ. അതാ ഷംസു വന്നു. നിന്നെ കളി പഠിപ്പിക്കുന്ന നേരം കൊണ്ട് അവനായിട്ട് 4 കൈ ജാസ്തി കളിക്കാം കേട്ടോ. അയ്യോ, ഇവിടെ ഇങ്ങനെ നിക്കട്ട. പാപ്പയ്ക്ക് കൂടുതൽ സംശയം തോന്നും. സൈനോ പൊക്കോ, ഞാനിപ്പോ വരാം. ഇവനല്ലേ തിരിച്ചു പോണ്. എടാ ഷംസു, ഷംസ് അവിടെ നിൽക്കുന്നു. അല്ല നിക്കണ അവിടെ, അവിടെ നിക്കാൻ. ഇവനാണ് ആളെ പറ്റിച്ചു പോവുക. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞോട്. അല്ല, അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ചതിന് എന്റെ ചങ്കിടിച്ച് മാറ്റും. എടാ നിക്കണ അവിടെ. നീ എത്ര ഓടിയാലും എന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കല്ലേ ഒന്നുമില്ല എന്നെക്കാട്ടി എന്തിനു മുമ്പില്ലടാ എനിക്ക്. നീ സൈക്കിൾ മേലല്ല, നീ കാറിലാണെങ്കിലും ശരി. അക്ബർ വിടുന്ന പ്രശ്നമില്ല എന്നിട്ടോ. അയ്യോ, ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരക്കാ. ഉണ്ടാവണ്ടടാ. എടാ ആളെ ചതിക്കണ്ടടാ കേട്ടോ. രക്ഷിക്കണേ, ഓടിവായോ, ഓടിവായോ. അല്ല രക്ഷിക്കാൻ തന്നെ ഞാൻ നിക്ക്, ഞാൻ കാണിച്ചുതരാം. കുറച്ച് സൈക്കിൾ ഞാൻ വിടാം. സൈക്കിൾ ഇല്ല, രണ്ടേ സൈക്കിൾ ഇന്ന് ഓടിച്ചേ. ആടാ ഒരു തവണത്തേക്ക് എന്നെ വിട്ടേരാ അക്ബരക്കാ. വിശ്വസിച്ചോ ചതിക്കേ നമുക്ക്. അയ്യോ, ഓടി വരണേ, രക്ഷിക്കണേ. ഡോക്ടർ സാറേ, അക്ബരക്കാ നട്ടുച്ചയ്ക്ക് പട്ടച്ചാരം അടിച്ച് മിക്സായി പോയി. വാപ്പക്ക് ഒരു മാല ജീവൻ വേണമെങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യമായിട്ട് പോകുമ്പോ അന്നെ വിടുന്ന പ്രശ്നമില്ലടാ. ആ ഓടി തന്നെ വരണേ ഞാൻ കേട്ടോ. സോറി അക്ബരക്കാ, സോറി പറഞ്ഞാ വിടണമെന്നാ. മനുഷ്യനെ പഞ്ചിക്ക് ഓടി വരണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ആ ഒരു മനുഷ്യൻ വരാം. അല്ല ഓരോ വില കടിച്ചു വരും. പഠിച്ചോലെ കാത്തു കുറച്ച് ഓറഞ്ച് ഓറഞ്ച് ഓടി വരണേ, ഓടി വരണേ. എന്നെ കൊല്ലാൻ പോണേ. ഓറഞ്ച് ചെയ്തിട്ട് ഡാൻസ് കളിക്കണം. എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അല്ല എന്റെ സൈക്കിളിൽ ബ്രേക്ക് പോയാൽ പഠിച്ചാൽ ബ്രേക്ക് അല്ല സൈക്കിൾ ചക്രം പോയാലോ ശരി. ചാടി വന്നിരിക്കാ, ഒന്ന് പിടിച്ചു നിർത്തിക്കോളെ. ഓടി വരണേ, രക്ഷിക്കണേ. ഇന്ന് എന്നെ രക്ഷിച്ച് രണ്ടാലോ തരടാ. ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി. ഇപ്പോഴും പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. രാജശേഖരൻ, നീവറ. ഹലോ. ഇത് ജോസഫ്. ഹലോ. രാജു, രവി. തള്ളേ രവി. നീ എന്നെ പറ്റി പറയാറുണ്ടല്ലേ? പിന്നെ നിന്നെ പറ്റി പറയാം. കോളേജിൽ പഠിക്കുമ്പോഴുള്ള വിക്രികളെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട്. യവന്മാര് കുറച്ച് കൊനസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്നതാ. റബ്ബർ പ്രോഡക്ട്സ് എത്ര കൊണഷ്ടൊന്നും അല്ല. ഏതായാലും 3 മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മാവായിട്ടൊന്ന് കുടിക്കളയാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എടാ മണ്ണുണ്ണി തള്ളയോടാ. അതേടാ തള്ളേ. അല്ലാതെ തന്നെ ഓക്കെ. See you. 1 2 3 മണ്ണുണ്ണി. നീ നിന്നെടാ. ആഹാ. സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ. എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് കേട്ടപ്പോ മേനോൻ സാർ ചോദിച്ചൊന്ന് കൂടണ്ടേന്ന്. ഒന്ന് കൂടിക്കളയാന്ന് ഞാനും കരുതി. അല്ല അക്ബർ കഴിക്കുന്നില്ലേ? ഞാനിങ്ങനെ കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ. ഞമ്മക്കിത് ഹറാമാണല്ലോ. എന്നാ ആ ഗ്ലാസും കൂടി ഇങ്ങോട്ട് എടുത്തേ. മേനോൻ ചേട്ടൻ 2 കൂടുതൽ കഴിക്കണ്ട. കഴിച്ച് ഓവറായിട്ട് ഇനി രാത്രി നളിനി ചേച്ചി എടുത്തിട്ട് ഇടിക്കാനും ഞങ്ങൾക്ക് പിടിച്ചു മാറ്റാനൊന്നും ഒരു ദിവസം ഇപ്പൊ അങ്ങനെ അയച്ചിട്ട് അത് ശരിയാ. ഇങ്ങനെ വെള്ളവടി ഇന്നത്തോടെ അവസാനിപ്പിക്കാം. എങ്ങനെ? വഴിയുണ്ട്. അക്ബർക്ക് അമ്മാവൻ ഒഴിച്ചു കൊടുത്തേ. അല്ലേ വേണ്ട, ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്താ ഒരു ഗൂഢാലോചന? അല്ല, ഒരു കുപ്പിയുടെ മേടിക്കുന്നതിനെ പറ്റി പറയായിരുന്നു. അതിപ്പോ ഏതായാലും നല്ല കാര്യം. പുയ്യാപ്പിള എങ്ങനെയുണ്ടോ?
ബെസ്റ്റ് ഒന്നാം തരം പയ്യനാണല്ലോ പറയുന്നത്. 13 ഷീറ്റ് അങ്ങോട്ട് എണ്ണിട്ട് കൊടുത്താൽ 1-2 വരിക്ക് ഡിക്ക് എന്നാണ് എല്ലാരും പറയുന്നത്. അവൻ വരട്ടെ, ഫസ്റ്റ് നൈറ്റ് മുതലേ ഞാനും അവനൊരു പിടി പിടിക്കൂലേ. I met a traveler who came from an Asian country. He saw two നോ uncles പ്രോബ്ലം, എനിക്ക് of പ്രശ്നമൊന്നുമില്ല. light അയ്യോ നോ പ്രോബ്ലം. നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. നിങ്ങൾ എന്താ കിടന്ന് ഇങ്ങനെ ആടണേ? പിടിക്കണോ? ഓൺലി 1 പെഗ് നല്ലോണം. ഇന്ന് ശകലം ഓവറായി പോയി. അമ്മായിയെ ഇന്ന് ഒച്ചാൻ ബഹളമൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്ന് പിടിച്ചേ, അകത്തോട്ട് കിടത്താം. നല്ല ഉറങ്ങിക്കൊള്ളു. അക്ബർ വളരെ ഡീസന്റ് മാൻ, ഡീസന്റ് മാൻ. ഓൺലി 1 പെഗ്, 1 പെഗ്. അയ്യോ നോ 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 നോ. ഇമ്മക്കൊരേ നിർബന്ധം, ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. ഓളെ നിൽക്കാതിന് ഒപ്പനെല്ലാം വെച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു. ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ മഹാരാജാസിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു, ഇട്ടൂത്രവാരര്. അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കുറച്ച് കഥകളി ഭ്രാന്ത്. എന്തേ? ഇന്ന് കുഴപ്പമൊന്നുമില്ല, മറ്റേ കാര്യമെല്ലാം പറഞ്ഞ പോലെ. പിന്നെ അത് ഞാൻ ഏറ്റു രാജാ. ഇരിക്കുക, കഥകളിപ്പദം കേട്ടിട്ട് പോവാ. അയ്യോ, കഥകളിപ്പതാണോ? കഥകളിപ്പദം എന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര ഇഷ്ടമാ, എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. ഉവ്വോ, എന്നാ രണ്ടുപേരും ഇരിക്കുക. വേണ്ട, ഞങ്ങൾ വന്നോളാം. അപ്പോ നളചരിതൻ 2ാം ഭാഗം. കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് ആടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ഠം തുറന്നത്. മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം, ആകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തൻ അധരം പേയം, അടുത്തു ചെന്നിനി അനുപശ്യേയം. ഒക്കെ പോയ ലേഭ്യന്മാര് യാതൊരു കലാസ്വാദ്യത ഉള്ളവരല്ല. ഒന്നും ഇങ്ങോട്ട് വരും. ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോ എന്നൊരു സംശയം. ഭയങ്കര തലവേദന. ഇന്നലത്തെ ബാക്കി വലിയൊരുപ്പുണ്ടോ? ഓ ഉണ്ട്. നാണുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾ കണ്ടുപിടിച്ച കുറച്ച് ഒച്ചയും പോലും ഉണ്ടാക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് അല്ല, എന്താ കാര്യം? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ല. പോയിട്ട് ഒരു 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. ഓ, എന്തുണ്ടായെന്ന് പറ. 1,00,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാം. എങ്ങനെ? ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാന്ന്. ഉറപ്പാ? ഉറപ്പാ. ഉറപ്പാണല്ലോ? അല്ലെങ്കിൽ അത് വേണ്ട, അത് ശരിയാവില്ല. ഇന്നലെ റമ്മി കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ബാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരോട് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് കളിക്കാൻ മാന്യന്മാരെ കിട്ടുവേ. അക്ബറേ, അക്ബറേ. എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ, എന്താ കാര്യം എന്ന് പറ ബാലകൃഷ്ണ. ദേ, ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. ചമ്മല് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ബാലകൃഷ്ണ. ഫിറ്റായിട്ട് അക്ബർക്കെ കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. എന്നാ പിന്നെ എല്ലാം അയ്യോ ബാലകൃഷ്ണ, ബാക്കി കൂടെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് കസേരയെ തലയും കുത്തി വീണത് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് കസേര തലയും കുത്തി വീണത് ഓർമ്മയുണ്ട്. അപ്പൊ മറ്റത് ഓർമ്മയുണ്ട്. എന്റെ ബാലകൃഷ്ണ, പിന്നെ ഞാൻ ഉണർന്ന് എണീക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അത് നീയാണ് സത്യം. അതിന്റെ ഇടയിൽ നടന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല ബാലകൃഷ്ണ. ഇല്ലല്ലോ. എന്നാ രാജശേഖരനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അവൻ പറയുന്നതിനായിരിക്കും അതിനൊരു കുറച്ചുകൂടി ഒരു ഭംഗി. അയ്യോ, അവനോട് ചോദിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ നിന്നോട് ചോദിക്കണത്. അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത് നന്നായിട്ട് അറിയാം അല്ലേ? എന്നാ രാജശേഖരനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ബാലകൃഷ്ണ,